ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ ഗ്രൂപ്പിലെ മുഴുവൻ മെമ്പർമാരോടും ഒരു 1-2 കാര്യങ്ങൾ മാത്രം ഉണർത്താണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഗ്രൂപ്പ് കുറച്ചായിട്ടിപ്പോൾ ഒരു ഉണ്ടല്ലോ, മുമ്പേ ഉള്ള ആളുകൾക്കറിയാം, ഇത് വർഷങ്ങൾ ആയി ഈ ഗ്രൂപ്പ് ഇപ്പോൾ അൽ-അമീൻ സുന്നി വോയിസ് എന്ന പേരിൽ. പിന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിലോ സംഘടനക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു ഗ്രൂപ്പോ അല്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ, അതുപോലെ സംഘടനാപരമായ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാനും ചർച്ച ചെയ്യാനൊക്കെയാണ് ഈ ഗ്രൂപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി ഒക്കാലത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ന്യായീകരിക്കാനോ സുന്നി നിലപാടുകൾക്ക്, സമസ്തയുടെ പാരമ്പര്യ സമസ്തയുടെ മുൻകാല സമസ്തയുടെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒളിപ്പിക്കാനോ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കൊഴിലൂത്ത് നടത്തുന്ന ഒരു ഗ്രൂപ്പ് അല്ല. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഇനി പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയാൻ കാരണം. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓരോരുത്തരുടെ ജീവിത തിരക്കുകളിലേക്ക്, അതുപോലെ മറ്റ് പല ശുഗലുകളിലേക്കും നീങ്ങുന്നത് പോലെ തന്നെ ഇതിൽ കുറച്ച് അഡ്മിന്മാരുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ആർക്കും ഇത് വേണ്ടതുപോലെ നോക്കാനോ ഇതിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് ഒരു എന്താ പറയേണ്ടത്, ഒരു പിന്നെ കുറവായിട്ട് തന്നെ, നമ്മുടെ ഒരു പോരായ്മയായിട്ട് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പലരും പേഴ്സണലായിട്ട് വന്നിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്ത വോയിസ് പറയാം. ഗ്രൂപ്പ് ഒരു പഴയ നല്ല നിലവാരത്തിൽ പോയൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഒരു വളരെ അലമ്പായ രീതിയിൽ, വളരെ അലമ്പാക്കുന്ന രീതിയിൽ ഇട്ട പോസ്റ്റ് തന്നെ ഇടുക, ഇട്ട ഫോട്ടോ തന്നെ ഇടുക, ഇട്ട പോസ്റ്റർ തന്നെ ഇടുക, പരിഹാസത്തിന്റെ രൂപത്തിലുള്ള പല കമന്റുകളും, അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാൻ 1-2 ആളുകളെ ഞാൻ പറയാം. നമ്മൾ അൻവർ സഖാഫി ഈ ഗ്രൂപ്പിൽ വളരെ പഴയ ആളാണ്. നമ്മുടെ ഷിഹാബ് തങ്ങൾ, അതുപോലെ നമ്മുടെ ഷാജഹാൻ, ഇവരൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അപ്പോൾ അതുപോലെ പിന്നെ ഇതിൽ സുഹൈൽ ദാരിമി, അതുപോലെ തന്നെ അഷ്റഫ് വാളക്കുളം, അങ്ങനെ പല ആളുകളും ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് ആളുകൾ അപ്പുറമുണ്ട്. ഇപ്പുറം ആണെങ്കിൽ മറ്റേ കുരുവട്ടൂർ വിഭാഗത്തിലുള്ള പല ആളുകളും ഇതുപോലെ പഴയ ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും പിന്നെ ഏതെങ്കിലും ഒരു സംഘടനയോട് എന്തെങ്കിലും ഒരു പക്ഷപാതിത്വം കാണിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഈ ചില ആളുകൾ വന്നിട്ട് ഈ അലമ്പാക്കുക എന്ന് മാത്രം നീയത്താക്കിയിട്ട് ഉള്ള ഒരുതരം അങ്ങനല്ലോ ഒരു വെറുപ്പിക്കൽസ് ആ രൂപത്തിൽ പോയപ്പോൾ ഒരു നിർവാഹമില്ല. കാരണം നമുക്ക് ഗ്രൂപ്പ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആരാണ് എന്താണ് ചെയ്യുന്നതെന്നില്ല. അതുകൊണ്ട് ഒരാളെ കൂലിക്ക് നിർത്തി എന്നുള്ള രൂപത്തിൽ, അങ്ങനെ പറയുന്നത്, കൂലിക്ക് നിർത്തി എന്നുള്ള രൂപത്തിൽ ഒരാളെ ഇതിന്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തി. കാരണം മൂപ്പർക്ക് ഓൺലൈനിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മൂപ്പരെ ഇതിനെ ഏൽപ്പിച്ചത്. കാരണം നമുക്ക് ഇതിൽ നടക്കുന്ന എല്ലാ ചർച്ചയും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അത് ആരാണ് വിടുന്ന വോയിസ്, അതല്ല ആരാണ് ഈ പറയുന്ന നിയമലംഘനം നടത്തുന്നത്, ആ രൂപത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരാളെ ഈ വിഷയങ്ങൾ നോക്കാനും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിച്ച് കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സത്യസന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പിന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട്
പിന്നെ ഒരു മാന്യമായ രൂപത്തിൽ, ഒരുപാട് ആളുകളൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഉള്ള ആളുകൾ വെച്ച് മാന്യമായ രൂപത്തിൽ ഈ ഗ്രൂപ്പ് ഒന്ന് മുമ്പോട്ട് പഴയ രൂപത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം പിന്നെ മൊത്തത്തിൽ അഡ്മിന്മാർ അറിയിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില റിമൂവ് ചെയ്യലുകൾ ഒക്കെ ഈ ഗ്രൂപ്പിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ പ്രൈവറ്റിൽ വന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ടായി. ഓരോരുത്തരോടും ഇത് വിശദീകരിച്ചു കൊടുക്കാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ മൊത്തത്തിൽ ഈ വിഷയങ്ങൾ ഒരു വോയിസ് ആയിട്ട് പറയാമെന്ന് കരുതിയത്. ജിഷാൻ മാഹി പറഞ്ഞത് മഹാക്കളവാണ്. കാരണം എന്താ വെച്ചാൽ ഇവൻ പക്ഷപാതിയാണ്, ജിഷാൻ മാഹി പക്ഷപാതിയാണ് എന്നുള്ള യാതൊരു സംശയമില്ല. ഏത് വിഷയത്തിൽ? AP സമസ്തയോട് ഉള്ള വിഷയത്തിൽ ഇവൻ പക്ഷപാതിയാണ്. കാരണം ഇവൻ പിടിച്ച് പുറത്താക്കിയ ആളുകൾ ആരാ? AP സമസ്തയിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ കുരുവട്ടൂരികൾ ലിംബ്ര മുഹമ്മദ് പിന്നെ സുനീറിൻ്റെ യഥാർത്ഥ ID വരാൻ കഴിയാത്തതുകൊണ്ട് വ്യാജ ID ഉണ്ടാക്കി വന്ന അനസ് പൂനൂർ എന്ന പേരിൽ വന്ന സുനീർ, ഇവരൊക്കെ തന്നെയും ഒരു പോസ്റ്റ് തന്നെ നിരന്തരമായി ആവർത്തിച്ചിടുന്നു. അത് ഈ ബംഗാളി കൂലിക്കാരൻ കണ്ടില്ലേ? ഓനും പക്ഷപാതിയാണ്, ജിഷാനും പക്ഷപാതിയാണ്. ജിഷാൻ കൂലിക്ക് കൊണ്ടുവന്ന ആളും പക്ഷപാതിയാണ്. കാരണം അല്ലെങ്കിൽ അതൊന്നും കാണണ്ടല്ലേ? എന്തുകൊണ്ടോ കണ്ടില്ല? അപ്പോ ഒരു വിഭാഗം ആവർത്തിച്ചിടുന്നു എന്ന് പറയുകയും മറുവിഭാഗം ആവർത്തിച്ചിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമല്ലേ ഇവിടെ ചെയ്ത്. ഇതിപ്പോ എന്താണ്? ലിംബ്ര മുഹമ്മദിന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോ വ്യാജ ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ലിംബ്ര മുഹമ്മദും സുനീറുമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ, മാത്രവുമല്ല കോമാട്ടുചാലിൽ ഉള്ള ഒരു ഷെയ്ഖല്ല, അവൻ വ്യാജ ഷെയ്ഖാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ ജിഷാൻ മാഹിക്ക് എന്ത് ചെയ്തു? ലിംബ്ര മുഹമ്മദ് മെസ്സേജ് അയച്ചു PM-ൽ. ലിംബ്ര മുഹമ്മദ് മെസ്സേജ് അയച്ചു PM-ൽ, വല്ലാതെ ഞങ്ങളെ വഷളാക്കുന്നു, അതുകൊണ്ട് റിമൂവ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യവും പിന്നെ ലിംബ്ര മുഹമ്മദ് കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ജിഷാൻ മാഹി പുറത്താക്കിയത് എന്നെ. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷപാതിത്വമാണ് ജിഷാൻ മാഹിക്കുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന ഈ കള്ളനെ പൊക്കി നടക്കുന്ന കുറെ എണ്ണുണ്ട് ഗ്രൂപ്പിൽ. ഇവ മഹാകള്ളനാ. ഇവനെ ഇരട്ടത്താപ്പ ഇവന്റെ മനസ്സിൽ മുഴുവൻ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഓൻ എന്താ കാരണം എന്ന് പറയണ്ടേ? എന്ത് കാരണം കൊണ്ടാണ് റിമൂവ് ചെയ്തതെന്ന് പറയാൻ ഓനിക്കൊന്നും നാവ് പൊന്തുന്നില്ലേ? ഇവ മഹാകള്ളനാണ്, മഹാതെമ്മാടിയാണ്. ഇവന് പണ്ഡിതന്മാരുടെ പേരിലൊക്കെ പച്ച നുണകൾ കെട്ടിയുണ്ടാക്കി പണ്ഡിതന്മാരെ അവഹേളിച്ച് നടക്കുന്ന ഹമുക്കാണിവ. ഇവനെ പോലത്തെ ഒരു ഫ്രോഡ് ഭൂലോകത്തില്ല, ഈ ജിഷാൻ മാഹിയെ പോലെ. എന്നിട്ട് നല്ല വെള്ള ചമയ. ഇവനെ പോലെ ഫ്രോഡ് ലോകത്തില്ല. എന്തൊക്കെ ഫിത്തിനെയാ ഇവൻ ലോകത്തുണ്ടാക്കിയത്? ഇപ്പൊ കുരുവട്ടൂരുകൾക്കെതിരാവാൻ ചിലക്കുന്നത് അല്ലേ? കുരുവട്ടൂരുകളുടെ ഒപ്പം നിന്ന് നടന്നവനവ. കുരുവട്ടൂരുകൾക്കെതിരാന്ന് തോന്നിപ്പിക്കുക, എന്നിട്ട് കുരുവട്ടൂരുകൾക്കെതിരെ പറയുന്നവരെ ഇവൻ മറ്റ് അഡ്മിന്മാരോട് പറയുക, ഓനെ റിമൂവ് ചെയ്താൽ കേട്ടോ, ഓന് ശരിയാവും കേട്ടോ. ഇവൻ നേരിട്ട് റിമൂവ് ചെയ്യൂല, മറ്റുള്ളവരെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ മിണ്ടാട്ടില്ല, ലെഫ്റ്റ് അടിച്ചു പോവുക.